ഹലോ നമസ്കാരം, എല്ലാവർക്കും ഈസി സ്നാക്സിൻ്റെ സദ്യവട്ടത്തിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ പോകുന്നു. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പുന്ന ഇഞ്ചിക്കറിയാണ്. സദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഡിഷാണ് ഇഞ്ചിക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി മെത്തേഡിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കാണിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇങ്ങനെയൊന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ചത്തോളം ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് വെച്ച് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നല്ലൊരു കുപ്പി ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ചില്ല് കുപ്പിയിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഇത് ചില്ല് കുപ്പിയിലാക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1-2 മാസത്തോളം ചീത്താവാതിരിക്കും കേട്ടോ. അപ്പോൾ ചീത്താവുന്നവർക്കൊന്നും പേടിക്കേണ്ട. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ അഭിപ്രായമൊന്നും അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഇതിനോടനുബന്ധിച്ചിട്ട് കുറച്ച് ഓണസദ്യയുടെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. സദ്യ വട്ടമെന്നാണ് നമ്മൾ ആ സെഗ്മെൻറ്റിന് പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ മുമ്പിട്ടാണ് വീഡിയോസും തുടർന്ന് തന്നെ വീഡിയോസും ഒക്കെ കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ കിച്ചണിലോട്ട് പോവാം കേട്ടോ. ഞാനപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം. അപ്പോൾ ഇവിടെ ഞാനൊരു 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നൈസായിട്ട് കട്ടി കുറഞ്ഞ് ഒരേ വലിപ്പത്തിലാണെങ്കിൽ ഒരേ വലിപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇങ്ങനെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് അരിഞ്ഞ് വെച്ചങ്ങനെ ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആവണം. നല്ല കറിവേപ്പിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി. നമ്മൾ ചേർത്തോട്ട് ഇഞ്ചി ഇപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് കോരാം. നല്ല ബ്രൗൺ കളറായിട്ട് വറക്കണം കേട്ടോ. അന്നേരം ഇഞ്ചിക്കറിക്ക് നല്ലൊരു ബ്രൗൺ കളർ കിട്ടും. നമ്മുടെ ഇഞ്ചി ഇപ്പം ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവെത്തുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അടുത്ത സെറ്റും ഇതേപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ 2ാമത്തെ സെറ്റും ഇഞ്ചി വറക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇഞ്ചി എല്ലാം ഇതേ അളവിലൊന്ന് വറുത്ത് കോരി എടുക്കട്ടെ കേട്ടോ. നമ്മൾ വറുത്ത് വെച്ച് ഇഞ്ചി ഞാൻ ഇവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തപ്പോൾ പൊടിഞ്ഞു വരും. അപ്പോൾ ഈ അളവിലായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇവിടെ ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെളിച്ചെണ്ണയിലോട്ട് വറ്റൻമുളക് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3-4 വറ്റൻമുളക് നെടുവേ മുറിച്ച് ചേർക്കാം കേട്ടോ. അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉലുവ ചേർത്തിട്ടുണ്ട് കേട്ടോ. മുഴുവൻ ഉലുവയാണ്. അതേപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കടുക്. ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മുടെ കടുക് ചേർക്കാനായിട്ട്. ഇതിലോട്ട് ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 10-15 കാന്താരിമുളകാണ് കേട്ടോ. ഇപ്പൊ ഉലുവ, കടുക്, ഉലുവ, വറ്റൻമുളക്, 10-15 കാന്താരിമുളക്, ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ. ഇഞ്ചിക്കറി നമുക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് ഇഞ്ചി അരിഞ്ഞ് വറുത്തിട്ടും ഉണ്ടാക്കാം, തേങ്ങ അരച്ചുണ്ടാക്കാം, അങ്ങനെ പല രീതിയിലും ചെയ്യാം. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഏത് ആൾക്ക് വേണമെങ്കിലും, ഏത് ബാച്ചിലേഴ്സിന് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ. അധികം സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഇഞ്ചിക്കറിയാണ് ടൈമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ രീതിയിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അഭിപ്രായങ്ങൾ നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മൾ അറിയിക്കാൻ മറന്നു പോകരുത്. ഇതിലോട്ട് 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ വെളുത്തുള്ളി മൂത്ത് തുടങ്ങിയപ്പോൾ അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഒരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. നോർമലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മുളകും ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മൂത്ത് പച്ചമണം മാറണം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാല എല്ലാം നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഇട്ടമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാരങ്ങ വലുപ്പം, അതിൽ നമുക്ക് ആവശ്യത്തിന് പുളി നമുക്ക് അറിയാലോ, അതിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് ശർക്കര ചീകി വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഉരുക്കി അരിച്ച് ചേർക്കാം. ഇതിപ്പോൾ ഉരുക്കി അരിച്ചതാണ് അമ്മ ചേർത്തത്. ചീകി ചേർക്കാനായിട്ടാണ് നല്ലത് ഉരുക്കി അരിച്ചിടണതാണ് കേട്ടോ. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1 കപ്പ് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചതാണ് ഒഴിച്ചത്. ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര പാനി വെച്ചിട്ടുണ്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് പുളിക്ക് ആവശ്യമാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം, മധുരം ആവശ്യമാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം എൻ്റെ ഇതിൽ കുറച്ചും കൂടിയും പുളിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരത്തിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂട്ടി വെക്കണം കേട്ടോ. നമ്മുടെ ഇഞ്ചിയിൽ നിന്ന് കയ്പ്പ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വല്ലാത്തൊരു ടേസ്റ്റായി പോകും. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വളരെ സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളപ്പോൾ ഇഞ്ചിക്കറി ഈ രീതിയിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ.